അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം സൂറത്തുൽ ഹജ്ജിലെ 27-ാം വാക്യം മുതലുള്ള വചനങ്ങളുടെ അർത്ഥവും ആശയവുമാണ്. കൂടുതൽ മുഖവുരയില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ഹജ്ജ് നിർവഹിക്കാൻ ജനങ്ങളിൽ വിളംബരം നടത്തുക. യഅ്തൂക റിജാലൻ, യഅ്തൂക എന്നാൽ അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരും. റിജാലൻ അല്ലെങ്കിൽ അവർ വരും. റിജാലൻ നടക്കുന്നവരായി. വഅലാ കുല്ലി ളാമിരിൻ, എല്ലാ മെലിഞ്ഞ വാഹനപ്പുറത്ത് കയറിയും. യഅ്തീന, അവർ വന്നുകൂടും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മാർഗങ്ങളിൽ നിന്നും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജ് നിർവഹിക്കാൻ ജനങ്ങളിൽ വിളംബരം നടത്തുക, എന്നാൽ നടക്കുന്നവരായും വിദൂരമായ മാർഗങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന മെലിഞ്ഞ എല്ലാ വാഹനപ്പുറത്ത് കയറിയും അവർ ഈ മന്ദിരത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ താങ്കളുടെ അടുത്ത് വരും എന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ലിയശ്ഹദൂ മനാഫിയ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅതീമുൽ ബാഇസൽ ഫഖീർ. ലിയശ്ഹദൂ മനാഫിയ ലഹും, അവരവർക്ക് പ്രയോജനമുള്ള ചില രംഗങ്ങളിൽ സന്നിഹിതരാകാൻ, അതിനു വേണ്ടിയാണ് ആ ജനങ്ങൾ വരുന്നത്. വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കാനും വേണ്ടിയാണ് അവർ വരിക. അലാ മാ റസഖഹും, അവർക്ക് നൽകിയതിൽ കൊണ്ട്, അല്ലെ അവർക്ക് നൽകിയതിന്മേൽ, മിൻ ബഹീമത്തിൽ അൻആം. ബഹീമത്തിൽ അൻആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഅമ്, ആട് മാട് ഒട്ടകങ്ങളിൽപ്പെട്ട നാൽക്കാലി മൃഗങ്ങൾ നിന്ന്. ഫകുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വഅതീമുൽ ബാഇസൽ ഫഖീർ, ദരിദ്രനായ പരവശനായ ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുക. ലിയശ്ഹദൂ മനാഫിയ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅതീമുൽ ബാഇസൽ ഫഖീർ. തങ്ങൾക്ക് പ്രയോജനമുള്ള ചില രംഗങ്ങളിൽ സന്നിഹിതരാകാനും നാൽക്കാലി മൃഗങ്ങളെ തങ്ങൾക്ക് നൽകിയതിന് അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കാനും വേണ്ടിയാണ്
അവർ വരുന്നത്. അതുകൊണ്ട് ആ നാൽക്കാലി മൃഗങ്ങളുടെ മാംസങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ദരിദ്രനായ പരവശന് ഭക്ഷണം നൽകുകയും ചെയ്യുക. സുമല്യക്കുലൂ തഫസഹും വൽയൂഫൂ നുദൂറഹും വല്യത്തവ്വഫൂ ബിൽ ബൈത്തിൽ അതീഖ്. സുമല്യക്കുലൂ തഫസഹും, സുമല്യക്കുലൂ പിന്നീട് അവർ നീക്കിക്കളയട്ടെ, തഫസഹും തങ്ങളുടെ അഴുക്കുകളെ, വൽയൂഫു അവർ പൂർത്തിയാക്കി വീടുകയും ചെയ്യട്ടെ, നുദൂറഹും അവർക്കുള്ള നേർച്ചകൾ വീടുകയും ചെയ്യട്ടെ, വൽയത്തവഫു അവർ പ്രദക്ഷിണം ചെയ്യട്ടെ, ബിൽ ബൈത്തിൽ അതീഖ് ആ പുരാതന മന്ദിരത്തെ. സുമല്യക്കുലൂ തഫസഹും വൽയൂഫു നുദൂറഹും വല്യത്തവഫൂ ബിൽ ബൈത്തിൽ അതീഖ് പിന്നീട് അവർ തങ്ങളുടെ അഴുക്കുകൾ നീക്കുകയും നേർച്ചകൾ വീട്ടുകയും ആ പുരാതന മന്ദിരത്തെ അഥവാ കഅബയെ പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ. ഈ 29-ാം വാക്യത്തിൻ്റെ ആശയത്തോടു കൂടി നാം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതലായി എല്ലാവരും ഓരോ ലൈക്ക് ഇടാനും ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യാനും മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.